എല്ലാവർക്കും ഒരു ഹായ്. അപ്പോൾ ഇന്നാണ് പോകുന്നത് ത്രോൺ ഓഫ് സൈറ്റ് എന്ന ആനിമെ സീരീസിന്റെ എപ്പിസോഡ് 30. ഓക്കെ, അപ്പോൾ എപ്പിസോഡിന്റെ ആദ്യം തന്നെ അവന് കിട്ടാൻ പോകുന്ന ട്രഷർ, അതിനായിട്ട് ചലഞ്ച് അവന് വളരെ പാടുപെട്ടാണെങ്കിൽ കൂടി വേറെ പ്ലേസിലെത്തി അവിടെ ആകട്ടെ അടുത്ത സ്റ്റെപ്പിലേക്ക് കയറണം എങ്കിൽ അവിടെയുള്ള പില്ലർ ആ ലൈറ്റ് എനർജി ഫുള്ളാക്കണം. എന്നാൽ അതിന് ടൈം ലിമിറ്റ് ഉണ്ട് എന്ന് മനസ്സിലാക്കി അവന് സ്പീഡിന് ചെയ്തു നോക്കി. എന്നാൽ കഴിഞ്ഞില്ല, എങ്കിലും വിട്ടുകൊടുത്തില്ല. പിന്നെ ചെയ്യാൻ നോക്കി. അങ്ങനെ അവസാനം ആ ടൈം തീരുന്നതിന് മുൻപ് തന്നെ അവിടെയുള്ള എല്ലാം അതിനുള്ളിലേക്ക് ആക്കി. എന്നാൽ അത് കംപ്ലീറ്റ് ആയി മാറിയില്ല. എന്തുകൊണ്ടെന്ന് അവന് അറിയില്ല. ടൈം കഴിഞ്ഞു എങ്കിലും അത് വീണില്ല. അങ്ങനെ നിൽക്കുകയാണ്. പില്ലറിന്റെ മുകളിലുള്ള ലൈറ്റ് അത് റിഫ്ലക്ഷൻ ആയിട്ട് തറയിലടിക്കുന്നത് കാണുന്നത്. അവൻ ആദ്യം എത്തിയ പ്ലേസിൽ ഇവിടെ എഴുതിയ വാക്ക് ഓർക്കുന്നു. ഹാർട്ട് കൊണ്ട് ജനിക്കുന്നത് എന്ന സിറ്റുവേഷൻ ഓപ്പോസിറ്റ് ആയിട്ട് മാറുന്നു. ഇതാണ് അതിന്റെ ആൻസർ എന്ന് മനസ്സിലാക്കി അതിലേക്ക് പിടിക്കുമ്പോൾ അതൊരു ലൈറ്റ് എനർജി ആയിട്ട് മാറി. അത് അതിലേക്ക് വിട്ടു. അതോടെ ചലഞ്ച് അത് കംപ്ലീറ്റ് ആയി. അവിടെ ഒരു ഫോർമേഷൻ ഉണ്ടായി വരാനായിട്ട് തുടങ്ങി. അതെല്ലാം ആക്ടിവേറ്റ് ആയി. ആ പില്ലറിൽ നിന്നും ഒരു ലൈറ്റ് ദൂരേക്ക് അങ്ങോട്ടാണ് ആ വഴി എന്ന് മനസ്സിലായി. എന്നാൽ പോകാനുള്ള വഴിയില്ല, ഫുള്ള് വോയിഡാണ്. രണ്ട് കൽപ്പിച്ച് ചവിട്ട് നോക്കുമ്പോൾ ഇൻവിസിബിൾ ആയിട്ട് ഒരു പാത്ത് അവിടെ ഉള്ളതുപോലെ അവൻ അതിൽ കൂടെ നടന്നു. പിന്നെ ഓടി അവിടെയുള്ള മാജിക് ഡോറിലൂടെ അവൻ അതിനുള്ളിലേക്ക് കയറി വേറൊരു പ്ലേസിലെത്തി. ഇതാണ് അവസാന ചലഞ്ച് എന്ന് പറഞ്ഞ് ചെല്ലുമ്പോൾ അവിടെ ഒരു ബ്ലൂ കളർ ലൈറ്റ് പൊങ്ങി എന്തോ വരുന്നു എന്ന് അവന് മനസ്സിലായി. അതേപോലെ ഒരുത്തൻ അവിടെ നിന്ന് അത് അവൻ്റെ തന്നെ രൂപമായിരുന്നു. അവൻ്റെ സെൽഫിനോടാണ് ചലഞ്ച് ചെയ്യുക എന്നതാണ് ടാസ്ക്. അവൻ്റെ തന്നെ സെൽഫ് ആയതുകൊണ്ട് തന്നെ അവൻ്റെ ഉള്ള സ്കില്ല് അതിനും കാണും. അങ്ങനെ അതിൻ്റെ അറ്റാക്ക് തുടങ്ങി. അവൻ്റെ സോഡ് എടുത്ത് റെഡിയായി. അവരുടെ ഫൈറ്റ് തുടങ്ങി. രണ്ടുപേരും ഡുവൽ നൈറ്റ് ആണ്. അതായത് അവൻ്റെ തന്നെ സെൽഫ് ആയതുകൊണ്ട് തന്നെ ആ രീതിയിൽ അവർ സോഡ് ഉപയോഗിച്ചാണ് ഫൈറ്റ് ചെയ്യുന്നത്. അവൻ മനസ്സിൽ ഇതേ കാര്യം, സ്ട്രെങ്ത്, മന, പവർ എല്ലാം സെയിം തന്നെ. ഇങ്ങനെയുള്ള പേരിൽ എൻ്റെ തന്നെ സെൽഫിനെ എങ്ങനെ ഓവർകം ചെയ്യും എന്നാണ് വിചാരിക്കുന്നത്. അവർ ഓരോ സ്കിൽ യൂസ് ചെയ്യുന്നുണ്ട്. സ്ലാഷ് അത് ഉപയോഗിക്കുമ്പോൾ തിരിച്ച് അത് തന്നെ ഉപയോഗിച്ച് വിട്ടു. അങ്ങനെ അവരുടെ ഫൈറ്റ് പോകുന്നു. ഇടയ്ക്ക് വെച്ച് അവൻ്റെ സോഡ് വെച്ച് പറ്റുന്നുണ്ടെങ്കിലും മാനേജ് ചെയ്തു. ലോക്ക് എന്ന ടെക്നിക്ക് അത് ഉപയോഗിച്ച് നോക്കുന്നു. എന്നാൽ അവൻ മാത്രമാണെന്ന് നോക്കിയാൽ അവൻ്റെ സെൽഫ് ഉപയോഗിക്കുന്നു. അതിടിച്ച് ഇല്ലാതായി. അവൻ്റെ സെൽഫിന് പെയിൻ ഇല്ല, മന പോവുകയില്ല. എന്നാൽ ഹാവച്ചന് അങ്ങനെയല്ല. പോകും തോറും അവൻ്റെ സ്പിരിച്വൽ എനർജിയും കുറഞ്ഞു വരും, പെയിനും ഉണ്ടാകും. അങ്ങനെ എനിക്ക് തോൽക്കുകയും ചെയ്യും. ചാടി അടിക്കാനായിട്ട് വന്നത് അത് ഡിഫൻസ് സ്കില്ല് യൂസ് ചെയ്ത് എതിർത്തു. ഇനിയും പോയാൽ അവന് തന്നെ പണി കിട്ടും. ഇത് മനസ്സിലായി. അപ്പോഴുണ്ട് അവൻ്റെ സെൽഫ് മറ്റൊരു സ്കില്ല് യൂസ് ചെയ്യാണ്, കില്ലിംഗ് ബ്ലേഡ്. അതുകൊണ്ട് ഷോക്ക്. മാസ്റ്റർ അവനോട് ഒരു ഗാർഡിയനേറ്റ് ഇത് ഓവർകം ചെയ്യണമെങ്കിൽ അതിന് ഹൃദയത്തിൽ നിന്ന് മനസ്സിലാക്കി സ്ട്രൈക്ക് കൊടുക്കണം. അവൻ്റെ അച്ഛനാകട്ടെ ഒരു ഡിസിപ്ലിനായിട്ട് എപ്പോഴും തുടർച്ചയായിട്ട് അറ്റാക്ക് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കണം. അവൻ്റെ ഡിഫൻസ് അപ്പോഴേക്കും അറ്റാക്കും തുടങ്ങി. നീ ഹോൾഡ് ചെയ്യ്, നീ അറ്റാക്ക് ചെയ്യ്, നീ ഹോൾഡ് ചെയ്യ്, നീ അറ്റാക്ക് ചെയ്യ് എന്ന് രണ്ട് രീതിയിലും പറഞ്ഞ് മാറി വരുന്നുണ്ട്. അവസാനം പറ്റില്ല എന്ന് പറഞ്ഞ് പാസ്റ്റിൽ നടന്നത് ഹായുവിനെ തോൽപ്പിക്കുന്ന ടൈം ഹിസ്റ്ററിയിൽ ഒരാൾക്ക് ഗാർഡിയനേറ്റ് ഡിസിപ്ലിനേറ്റ് കൂടി ആകാൻ കഴിയില്ല. നിനക്കെല്ലാം വേണമെന്നാണോ? എന്നാൽ അതൊരു അവസാനമല്ല എന്നത് ഓർത്ത് ഞാനും മനസ്സിലാക്കുന്നത് ഞാൻ ചെയ്യുന്ന ഡിവൈനേറ്റ് ട്രെയിനിങ് റോങ് ആയതാണ്. ഇത്രയും നാൾ കൊണ്ടുപോയത് ഗാർഡിയനും ഡിസിപ്ലിൻ ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയാത്തതായിരുന്നു. രണ്ടുള്ളിടത്തോളം കാലം എനിക്ക് മുന്നോട്ട് പോകാനുള്ള വഴിയും കാണില്ല. എന്നുവെച്ചാൽ അവൻ പഠിക്കുന്ന സ്കില്ലുകൾ മുന്നോട്ട് കൊണ്ടുപോയാൽ അവന് ഡിവൈനേറ്റ് ആകില്ല. അവൻ അങ്ങനെ ആകണമെങ്കിൽ അവൻ സ്വന്തമായിട്ടുണ്ടാക്കുന്ന സ്കില്ലിലൂടെ മാത്രമേ പറ്റൂ. അത് മനസ്സിലാക്കി അവൻ സ്വന്തമായിട്ട് ഫൈറ്റ് സ്റ്റൈൽ കണ്ടുപിടിക്കാനായിട്ടുള്ള പ്ലേസിലേക്ക്, ഐനിഹറേറ്റ് സ്പേസിലേക്ക് ചെന്നിട്ട് പുതിയ സ്കില്ല് അതില്ലെങ്കിൽ ടെക്നിക്ക് പഠിക്കുകയാണ്. രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകണമെങ്കിൽ അത്രയും പെർഫെക്റ്റ് ആയിട്ട് ചേരുന്നതാണ്. അങ്ങനെയെങ്കിൽ എന്ന് പറഞ്ഞ ഡിഫൻസായ ഗാർഡിയനേറ്റ് അറ്റാക്കായ ഡിസിപ്ലിനേറ്റ് കൂടി ചേർന്ന സ്കില്ല് അവൻ തന്നെ ഉണ്ടാക്കിയത് അത് യൂസ് ചെയ്യുന്നു. അതോടെ അവൻ്റെ സെൽഫിനെ ഓവർകം ചെയ്തു. കാരണം അവൻ്റെ സെൽഫിന് ഇവ ഉണ്ടാക്കിയ പുതിയ സ്കില്ല് അത് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം സെയിം ആണല്ലോ. അങ്ങനെ അത് കഴിഞ്ഞു. അവനിപ്പോൾ യൂസ് ചെയ്ത സ്കില്ല് അതിന് ലൈറ്റ് റിവഞ്ച് ചെയ്യുന്ന പേര് ഇട്ടു. അങ്ങനെ നിൽക്കുകയാണ്. എന്തോ പറ്റുന്നത്. അവൻ നിന്ന സ്ഥലം പെട്ടെന്ന് താഴേക്ക് ആകാൻ തുടങ്ങി. അവൻ താഴേക്ക് വീഴുന്നു. ചെന്നെത്തുന്നത് മറ്റൊരു പ്ലേസിൽ. അവിടെ ഒരുപാട് സ്റ്റാച്യൂസ് ഉണ്ട്. അവിടെ ഏറ്റവും ഒരു സോഡ്. അത് കണ്ട് ഇതാണല്ലേ മിറാക്കിൾ സോഡ്. അവളൊരു സൗണ്ട്. അത് അവനെ തന്നെ ഓവർകം ചെയ്തു. നീ മുൻപത്തേക്കാൾ സ്ട്രോങ് ആയി. എന്നേക്കാൾ ഞാനാണ് ആ സോഡ്, മിറാക്കിൾ സോഡ്. ഇതാണ് നിന്റെ ലാസ്റ്റ് ചലഞ്ച്. ഇത് പുൾ ചെയ്ത് എടുക്കുന്നതോടെ ഇത് അവസാനിക്കും. അവൻ അങ്ങോട്ട് ചെല്ലുന്നു. അതിൻ്റെ അടുത്തെത്തി. എന്നിട്ട് ആ സോഡ് അതിലേക്ക് പിടിക്കുന്നു. എന്നാൽ അത് അത്ര എളുപ്പമായില്ലായിരുന്നു. ഇതൊരു ടാസ്ക്കാണ്. പെട്ടെന്ന് അവിടെയുള്ള സ്വഭാവം അതങ്ങ് മാറാൻ തുടങ്ങി. അവൻ്റെ മറ്റേ കൈ കൂടി യൂസ് ചെയ്ത് ഉപയോഗിക്കാൻ അത് പിടിച്ച് പൊക്കാൻ നോക്കുന്നു. അപ്പോഴാണ് അവിടെയുള്ള സ്റ്റാച്യൂസ് അതിനെല്ലാം ജീവൻ വെച്ച് അവൻ്റെ അടുത്തേക്ക് വരുന്നു. ഇനി അങ്ങോട്ടുള്ളത് സംസാരത്തേക്കാൾ വിഷ്വൽ എഫക്റ്റ് ആയിരുന്നു. അത് പറഞ്ഞു തരാൻ പറ്റുന്ന ഒന്നല്ല. നിങ്ങൾ നോക്കാം. അവനോട് പറയുന്നുണ്ട്, നീ സ്ട്രോങ് ആണ്, നിനക്ക് ഈ ലോകം രക്ഷിക്കേണ്ട ആവശ്യമില്ല, നീ ഒരു നൈറ്റ് അല്ലേ, ആ 10 റൂൾസ് പറയും എന്ന് പറഞ്ഞ് പറയാനായിട്ട് തുടങ്ങി. അതെല്ലാം യൂസ്ലെസ് ആയതാണ്. നിന്നെ അവർക്ക് വേണ്ട. നീ ഡീമൺസിനെ ആ ഡീമൺ റേസിനെ തോൽപ്പിക്കാൻ കഴിയില്ല. അവസാനം നീ മാത്രമായിട്ട് ഈ ലോകത്ത് ഒറ്റപ്പെടുന്നു.
അവർ നിന്നെ ഒറ്റപ്പെടുത്തും, നീ ഇവിടെ നിൽക്ക് എന്നൊക്കെ പറഞ്ഞ് അവനെ ആ സോഡ് അത് എടുക്കാതിരിക്കാനായിട്ട് പിറകോട്ട് വിളിക്കുന്നു. അവനവൻ്റെ മാക്സ് നോക്കുന്നുണ്ട്. അവർ പറയുന്നത് അവനെ ഫീൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കാണിക്കുന്നുണ്ട്. അവനെ താങ്ങാൻ കഴിഞ്ഞില്ല. അവസാനം എല്ലാം കൂടി വലിച്ച് അവനെ പിറകോട്ട് വിട്ട് എല്ലാവരും ചാടി അവൻ്റെ മുകളിലേക്ക് വീഴുന്നു. അവൻ മുന്നോട്ട് എഴഞ്ഞെഴഞ്ഞ് വരുന്നുണ്ട്. എന്നാൽ അവർ ചേർന്ന് അവനെ ഉപദ്രവിക്കുകയാണ്. അവസാനം അവൻ കലുപ്പായിട്ട് ലൈറ്റ് പവർ ഉപയോഗിച്ച് തെറിവിച്ചു. ഇതെല്ലാം ബുൾഷിറ്റാണ്. അവൻ പഠിച്ച 10 റൂള് അത് എവിടെയൊക്കെ ഉപയോഗിച്ചു. ഞാൻ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നതിൽ തന്നെയാണ്. ഞാനുള്ളിടത്തോളം കാലം ഞാൻ ഹ്യൂമാനിറ്റിയെ ഇല്ലാതാക്കാൻ സമ്മതിക്കില്ല. നീയൊക്കെ ഈ ഫേക്കായ ലോകത്ത് ഈ ഫേക്കായ മിറാക്കിൾ സോഡ് കൊണ്ട് നടത്തും എന്ന് പറഞ്ഞ് മുകളിലേക്ക് ചാടുന്നു. കാരണം അവൻ വന്നപ്പോൾ തന്നെ അവിടെ ഉണ്ടായിരുന്നത് ഹാർട്ട് കൊണ്ട് ജനിക്കുന്നു എന്ന സിറ്റുവേഷൻ ഓപ്പോസിറ്റായിട്ട് മാറുന്നു എന്നായിരുന്നു. അതോർത്ത് പിടിച്ച് അവിടെ ആയിട്ട് ഒരു സോഡ്, അതാണ് യഥാർത്ഥ മിറാക്കിൾ സോഡ്. അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് മാറി അവനെ പിടിക്കാൻ എല്ലാവരും വന്നപ്പോൾ തന്നെ അവൻ ആ സോഡ് ഉയർത്തി അതിൻ്റെ എഫക്റ്റിൽ അതെല്ലാം ഇല്ലാതായി പുറത്തു പറഞ്ഞു. മിറാക്കിൾ സോഡ് ഉയർത്തെഴുന്നേറ്റു. 6000 വർഷമായിട്ട് കാത്തിരുന്ന സൺ ഓഫ് ലൈറ്റിന് വേണ്ടി ആ സോഡ് വന്നു. 6000 വർഷം കഴിഞ്ഞ് ഒരാൾ യഥാർത്ഥ സോഡ് ആ ചലഞ്ച് കഴിഞ്ഞു. അവർ ഇനി മുതൽ കിങ് പറയുന്നത് പോലെ ചെയ്യും. അവന് വേണ്ടി മരിക്കുന്നത് വരെ കൂടെ ഉണ്ടാകും. ലൈറ്റ് സ്ട്രെങ്ത് എന്നൊക്കെ പറഞ്ഞ് 2 ഡ്രാഗൺസ് ലൈറ്റും വാട്ടറും ആയിട്ട് അവൻ്റെ സോഡിലേക്ക് കയറുന്നു. അവന് പുതിയ പേരിടാൻ പറഞ്ഞു. അവനെടുത്ത പേര് ബ്ലൂറൈൻ ലൈറ്റ് ലോട്ടസ്. അങ്ങനെ 2 ലൈറ്റും വാട്ടറും കൂടി ചേർന്ന സ്പിരിറ്റ് അവൻ്റെ സോഡിലേക്ക് കയറി മിറാക്കിൾ സോഡ് എന്നറിയപ്പെടുന്ന അത് വീണ്ടും ഉണർന്നു. അവൻ്റെ കൂടെയായി. അവൻ കണ്ണുറക്കുമ്പോൾ പുറത്ത് സോഡ് എവിടെ പോയി? അപ്പോൾ യാങ് വന്നിട്ട് അത് നിൻ്റെ ഉള്ളിലാണ്. ഒരു ബോഡി 2 സ്പിരിറ്റ് ചേർന്ന സോഡ് അവനെ നോക്കുന്നു. അത് അവൻ്റെ കൂടെ തന്നെ എവോൾവ് ആകും. 10000 വർഷമായിട്ട് കഴിയാത്തത് മാറ്റാനുള്ള ഒരു വഴിയാണ് നിനക്ക്. ഇത് ഡേഞ്ചറാണ്, നിനക്ക് കഴിയുമോ? അവനവൻ്റെ ബെസ്റ്റ് കാണിക്കും എന്നൊക്കെ പറയുകയാണ്. അത് കേട്ട് അവൻ്റെ അച്ഛനെ ഓർത്തുപോയി. അവൻ്റെ അച്ഛൻ മുൻപ് യാങ്ങിനെ കാണാൻ വന്നിരുന്നു. ഒരു ഡീമനായിട്ടുള്ള ലൈഫ് ആൻഡ് ഡെത്ത് ബാറ്റിൽ ചെയ്യാൻ പോവുകയാണ്. തിരിച്ചു വരുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. ഹാവച്ചൻ്റെ ലെവൽ 7 ബ്രേക്ക് ആകുന്നത് വരെ ഇത് പറയരുത് എന്ന് പറഞ്ഞു പോയിട്ടുണ്ട്. അതോർത്തിട്ട് ഈ സോഡ് ചൂസ് ചെയ്തത് തെറ്റായ ആൾക്കല്ല. നീ ഗ്ലോറി ഉയർത്തണം, സൺ ഓഫ് ലൈറ്റ് ആയിട്ട് മാറണം. അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. ഇന്നെന്തൊക്കെ അടുത്ത എപ്പിസോഡ് കാണാം. ഓക്കെ, ബൈ.